പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ ചെറിയൊരു വീഴ്ച കിട്ടിയാൽ അതിൽ പിടിച്ചു കയറാൻ വലിയൊരു പ്രാഗൽഭ്യമുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ്. പക്ഷേ ഈ ലാവ്ലിൻ കേസ് പോലെ ഒരുപക്ഷെ CPM-നെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമായിട്ടും അതിൽ താങ്കളുടെ സമീപനം അങ്ങനെ അഗ്രസീവ് ആയിരുന്നില്ല എന്നാണ് പൊതുവെ ഏറ്റവും അഗ്രസീവായിട്ട് പറഞ്ഞത് ആ കേസ് കൊണ്ടുവന്നത് നിയമസഭക്കകത്ത് ഞാനാ. മനസ്സിലായി? പിന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിന്റെ കേസ് നടക്കുകയല്ലേ, ഇപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയല്ലേ. പക്ഷെ അന്ന് അങ്ങനെ ആക്ഷേപം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ കേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ നിയമസഭയിൽ ഈ വളരെ സ്ട്രോങ് ആയിട്ടില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാനാണ് അവർക്കെതിരായിട്ടുള്ള കേസ് കൊണ്ടുവന്നത്. ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലബാർ ക്യാൻസർ സെന്ററാണ്. അതിൽ നടന്ന അഴിമതി പ്രധാനമായിട്ട് അതില്ല, മലബാർ ക്യാൻസർ സെന്റർ. അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാനാ കൊണ്ടുവന്നത്. പക്ഷെ KPCC യോഗത്തിൽ പോലും താങ്കളുടെ സമീപനത്തിൽ, താങ്കളുടെ നിലപാടിൽ എതിർപ്പുണ്ടാവുകയാണ് ചെയ്തത്. ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടെ അങ്ങനെ ഒരു എതിർപ്പ് ഇതിനെ സംബന്ധിച്ച് അവിടെ വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ നടത്തിയ പ്രസ്താവന അത് CPM-ന് ഗുണകരമായിരുന്നു എന്നത് വാസ്തവല്ലേ? ഒരിക്കലും അല്ലല്ലോ. അവർക്ക് ഏറ്റവും എതിരായിട്ട് പറഞ്ഞത് ഞാനാണല്ലോ. അതിന്റെ ശേഷമാണല്ലോ വിജയനൊക്കെ എനിക്കെതിരായിട്ടുള്ള പ്രസ്താവനയായിട്ട് വന്നത്. അവർക്കെതിരായിട്ട് ആ കേസ് കൊണ്ടുവന്നത് ഞാനല്ലേ മറുപടി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ താങ്കൾക്ക് നേരെ സംശയത്തിന്റെ മുനകളുണ്ടായത്? അതെനിക്കറിഞ്ഞുകൂടാ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് ക്ലിയർ കേസാണ്. ആ കേസ് ജനങ്ങളെ മുമ്പ് കൊണ്ടുവന്നത് ഞാനാണ്. ലാവ്ലിൻ കേസ് സംബന്ധിച്ച് നിയമസഭാ ക്യാന്റീനിൽ ഇപ്പോഴത്തെ മന്ത്രി AK ബാലനോട് എന്താ പറഞ്ഞത്? ബാലൻ പറയട്ടെ, ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാലൻ എന്താ പറയാത്തത്? ബാലൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നോട്. സ്റ്റേറ്റ്മെന്റിലല്ല, ദേശാഭിമാനിയിലെ ഒരു ലേഖനത്തെ പറഞ്ഞ് എന്നോട് ആര്യാടൻ പറഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ക്യാന്റീൻ ശരിയാ, ഞാൻ അതെന്താ പറഞ്ഞത് എന്ന് അങ്ങേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ജയരാജനുണ്ട്, ഞാനുണ്ട്, CP മുഹമ്മദ് MLA ഉണ്ട്. അങ്ങേരെന്താ പറഞ്ഞത് എന്ന് അങ്ങേര് പറയട്ടെ. ഇപ്പൊ നമ്മളെ സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയാലോ. അങ്ങേര് പറയട്ടെ. പറയാം, അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിനും വേണ്ട. അതിന് അങ്ങേര് പറയട്ടെ, ഞാൻ പറയും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് CPM-ന് ഉള്ളിൽ തന്നെ ചിലരാണ് ഈ ലാവ്ലിൻ കേസ് കുത്തിപ്പൊക്കാൻ കൂടുതൽ ശ്രമിച്ചത് എന്ന് താങ്കൾ ബാലനോട് പറഞ്ഞു എന്നാണ്. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് കിട്ടാനുള്ളൊരു ചോദ്യമാണത്. എന്നാലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല, അതൊന്നുമില്ല. അല്ല, എങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന്, ബാലന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു? അതിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ബാലന്റെ പാർട്ടിക്കുള്ളിൽ അവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നാട്ടുകാർക്ക്, നിങ്ങൾക്ക് പത്രക്കാർക്ക് എന്തൊക്കെ പറഞ്ഞിരുന്നു? ആരാ പറഞ്ഞിരുന്നത്? നിങ്ങളെ ചാനലിൽ പലതും വരുന്നുണ്ടല്ലോ, നിങ്ങളെ മലയാള മനോരമയിൽ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാ നിങ്ങൾക്ക്? ആര് പറഞ്ഞു? ഞാൻ പറയാം. അവരുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ ചിലത് അടിക്കാറുണ്ട്. എവിടുന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക്? അല്ല, അവരുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും. അതങ്ങനെ പലർക്കും കിട്ടുന്നുണ്ട്. അല്ല, അപ്പൊ അങ്ങനെയെങ്കിൽ രണ്ടഭിപ്രായം ഇല്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ വിവരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പല വിവരവും അറിയണത് മനോരമ ചാനൽ കൂടിയാണ്. കരുണാകരന്റെ പാർട്ടി ആദ്യത്തെ തെരഞ്ഞെടുപ്പോട് തന്നെ തീരും എന്ന് പ്രവചിച്ചത് ആര്യാടൻ മുഹമ്മദാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുമെന്നും താങ്കൾ ഏതാണ്ട് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അതൊക്കെ ഇപ്പോ ശരിയായി. കരുണാകരനോടുള്ള താങ്കളുടെ മനോഭാവം എന്താ? അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരൻ തിരിച്ചു വന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കാരണം കോൺഗ്രസ് പോയി ഒന്നുമല്ലാതായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ വർഷങ്ങൾ, 10-60 വർഷക്കാലം കോൺഗ്രസിലും അതുപോലെ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിലും വളരെ ഉയർന്നു നിന്നൊരു മനുഷ്യന് ഒന്നുമല്ലാതാവുക എന്ന് പറഞ്ഞ സാഹചര്യം. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കരുണാകരന്റെ വരവ് അല്ല, അത് പാരവരവും കോൺഗ്രസിന് നല്ലതല്ലേ, കരുണാകരന്റെ വരവും നല്ലതാ. എങ്കിലും ഇക്കാര്യത്തെ കുറിച്ചിട്ട് താങ്കൾക്ക് ഏതെങ്കിലും ഒരു പേടിയുണ്ട്? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കരുണാകരന്റെ വരവ് കോൺഗ്രസ് ഒരു പ്രശ്നമാവാം എന്നൊരു തോന്നലുണ്ടാവും? അങ്ങേർക്ക് പഴയ പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്നൊക്കെ സംഘടന വളരെ മുന്നോട്ട് വന്നു.
പണ്ട് ചെയ്ത പോലെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം നല്ലപോലെ കോൺഗ്രസിന് അധ്വാനിച്ച ആളായി. മക്കൾ കാരനാണല്ലോ കുറച്ച് ചിത്രപ്പേരുണ്ടായത്. അതിലിപ്പോ ആ മകനില്ല എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. മകൻ എന്തായാലും വരൂല എന്നും പറയുന്നുണ്ട്. അല്ല, എന്തെങ്കിലും മകൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, അങ്ങേര് തന്നെ പറയുന്നത് എന്തായാലും ഞാൻ വരൂല എന്നാണല്ലോ. എന്ന് മാത്രം അച്ഛനെ തന്നെ തെറി പറയണം. അങ്ങനെ അച്ഛനെ തന്നെ തെറി പറയുന്ന ഒരു മകൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നമുക്ക് എന്ത് പുണ്യം കിട്ടാനാ? മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കെ കരുണാകരനെ കുറ്റം പറയാനുള്ള ധാർമ്മിക അവകാശം താങ്കൾക്കുണ്ടോ? അപ്പൊ താങ്കളുടെ മകൻ ഇപ്പോ അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പൊ ഞാനാക്കിയതല്ലല്ലോ. അവൻ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്നല്ല പറഞ്ഞപ്പോ ഞാൻ എണീറ്റ് പോയിട്ടുമില്ല, ഞാൻ അതിലില്ല. ഞാൻ മൂത്രമൊഴിക്കാനൊന്നും പോയിട്ടില്ല. എങ്കിലും നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി എന്റെ മകനാണ് എന്നുള്ളതുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലല്ലോ. ഇതല്ല, ഇത് ദുബായിൽ ജോലിക്ക് അയച്ചതാ, അവിടെ കളിച്ച മുടിക്കാതെ പോന്നതാ. വ്യക്തിപരമായിട്ട് താങ്കള് മാനസികമായിട്ട് തകർന്നുപോയ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞാലി വധക്കേസിൽ 1-ാം പ്രതിയായപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾക്ക് ഈ ഹാർട്ട് സർജറി വേണ്ടി വന്നപ്പോൾ എപ്പോഴാണ് താങ്കൾ ഇങ്ങനെ അധീരനായത്? അങ്ങനെ ധൈര്യക്കുറവ് എനിക്ക് വന്നിട്ടില്ല. അന്ന് ആ കേസിൽ എനിക്ക് അത്ര വലിയൊരു തോന്നിയില്ല. കാരണം ഞാൻ പൂർണ്ണമായും നിരപരാധി എനിക്കറിയുന്നു. എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ചെയ്യുന്നു. ഇത് ഹാർട്ടിന്റെ വന്നപ്പോൾ എനിക്ക് കുറച്ചൊരിത് വന്നു. എന്നാ പിന്നെ ഏതായാലും ഓപ്പറേറ്റ് ചെയ്യുക, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാൻ പോവുക. അതായിരുന്നു എന്നെ ഏറ്റവും പ്രയാസപ്പെട്ടത്. എല്ലാ കാര്യത്തിലും ഉറച്ചു നിൽക്കുന്ന ഈ ആര്യാടൻ മുഹമ്മദ് 2004 മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൃഢപ്രതിജ്ഞയ്ക്ക് പകരം ദൈവനാമത്തിലാണ് പ്രതിജ്ഞ എടുത്തത്. അതുവരെ താങ്കൾ ഇന്നും ദൃഢപ്രതിജ്ഞയായിരുന്നു. എന്താ ഈ മാറ്റത്തിന് കാരണം? നമ്മളെ നാട്ടിലെ കുറെ ആളുകളൊക്കെ വന്നിട്ട് DCC എന്ന് വന്ന ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് മറിച്ചും ചെയ്തിട്ടുണ്ട് ഞാൻ. അതിപ്പോ ഏത് ചെയ്താലും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യപ്രതിജ്ഞ വേണം, അതിന് സത്യസന്ധത വേണം. ഇപ്പോ താങ്കൾ ആന്റണിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ. AK ആന്റണിയുമായി താങ്കൾക്ക് എന്നും ഉണ്ടായിരുന്ന നല്ല ബന്ധത്തിന് അല്പമെങ്കിലും ഉലച്ചിൽ 2001 മന്ത്രിസഭയിൽ ആന്റണി താങ്കളെ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ ഉണ്ടായി. താങ്കൾക്ക് പോലും ഹസനെയാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെയല്ലായിരുന്നു അതിന്റെ കാരണം എനിക്കറിയാമല്ലോ. ആരായിരുന്നു കാരണം? അത് വേറെ പല പ്രസ്ഥാനങ്ങളും അതിന്റെ പിറകിലുണ്ടായിരുന്നു, പല ഇതുണ്ടായിരുന്നു. അല്ലാതെ അങ്ങേരല്ല, എനിക്കറിയായിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ പ്രവർത്തന ശൈലി താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമുണ്ടായിരുന്നു? എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ ലൈൻ തന്നെ എടുത്ത് പോകണം എന്നുള്ളത്, അതിൽ സ്ട്രോങ് ആവണം എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അവസാന കാലത്ത് ഇതിന്ന് മാറേണ്ട ഒരു കാര്യമല്ല. അല്ല, അതിന് എവിടെ നിന്നെങ്കിലും എതിർപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എത്രയോ എതിർപ്പ് പല കാര്യം, അതിനൊക്കെ ഞാൻ നേരിട്ടേ ഉള്ളൂ. അതെനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.